ശബരിമലയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. ശബരിമലയിൽ ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളി ഇളക്കിയ സംഭവം നിർണായക ചോദ്യങ്ങളുമായി ഹൈക്കോടതി രംഗത്ത് വന്നിരിക്കുകയാണ്. സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണെന്ന് ഹൈക്കോടതിയുടെ ചോദ്യമുണ്ടായി. സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ഉടൻ പിടിച്ചെടുക്കാൻ കോടതി നിർദ്ദേശം. ചീഫ് വിജിലൻസ് സെക്യൂരിറ്റി ഓഫീസർ ഉൾപ്പെടെയുള്ളവർക്കാണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വാർത്തയുടെ വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. അരുൺ, എന്താണ് ഹൈക്കോടതിയിൽ നടക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ചോദ്യം, ഒപ്പം ദേവസ്വത്തിന്റെ വിശദീകരണം. എങ്ങനെ പോകുന്നു അവിടെ വാദഗതികൾ? തീർച്ചയായും സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് ദേവസ്വം ബോർഡ് പോവുകയാണ്. കാരണം ഈ പാളി ഇളക്കിയതുമായി ബന്ധപ്പെട്ട സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ഉടൻ പിടിച്ചെടുക്കണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് ഹൈക്കോടതി ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ചീഫ് വിജിലൻസ് സെക്യൂരിറ്റി ഓഫീസർക്ക് ഉൾപ്പെടെയുള്ളവർക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണികൾക്ക് സ്പോൺസർ എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളയാളാണ്. ഇദ്ദേഹം ആരാണ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി കോടതി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്പോൺസർമാരായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സ്മാർട്ട് ക്രിയേഷൻ എന്നിവരെയും കേസിൽ കക്ഷി ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. രേഖകൾ ഇന്ന് തന്നെ ഹാജരാക്കിയാൽ തീരുമാനമെടുക്കാമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ശ്രീകോവിലിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട മഹസർ ഈ രേഖകളൊക്കെ തന്നെയും ഹാജരാക്കണം. എത്ര സ്വർണം മുമ്പുണ്ടായിരുന്ന അടക്കമുള്ള കാര്യങ്ങൾ കൂടി ഹൈക്കോടതി ഇപ്പോൾ വിശദമായി അരുൺ തുടരുക. ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും നമ്മുടെ നിയമകാര്യ റിപ്പോർട്ടർ രേഷ്മ കൂടി ചേരുന്നുണ്ട്. രേഷ്മ, എന്താണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നടക്കുന്നത്? ഈ സംഭവത്തിൽ വളരെ നിർണായകമായ ചില ചോദ്യങ്ങളാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണെന്നൊക്കെ ഹൈക്കോടതി ചോദിക്കുന്നുണ്ട്. വലിയ സംശയ നിഴലിലാണ് ഹൈക്കോടതി ഈ പ്രശ്നത്തെ കാണുന്നതെന്നാണ് മനസ്സിലാകുന്നത്. വിവരങ്ങൾ? ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഈ സ്വർണം പൂശലുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ രേഖകൾ, അതായത് മഹസർ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും പിടിച്ചെടുക്കണമെന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അതായത് സീസ് ചെയ്യണം, ആ വാക്ക് തന്നെയാണ് ഹൈക്കോടതി പ്രയോഗിച്ചിട്ടുള്ളത്. സീസ് ചെയ്യാനായിട്ട് നിലവിൽ ചീഫ് വിജിലൻസ് സെക്യൂരിറ്റി ഓഫീസർക്കടക്കം ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഈ രേഖകളടക്കം പിടിച്ചെടുത്ത് ഇന്ന് ഹൈക്കോടതി ഹാജരാക്കി കഴിഞ്ഞാൽ ഇക്കാര്യത്തിൽ തീരുമാനം ഇന്ന് തന്നെ എടുക്കാമെന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ശ്രീകോവിലിന് ചുറ്റും സ്വർണം പൂശിയത്, ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം, ഇതടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും വ്യക്തത ഉണ്ടാകണം. ഈ രേഖകൾ പരിശോധിച്ചുകൊണ്ട് മാത്രമേ ഈ സ്വർണ്ണപ്പാളി തിരികെ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നേരത്തെ ഉള്ള ഉത്തരവ് അതിൽ ഭേദഗതി വരുത്താൻ സാധിക്കുമെന്നാണ് ഹൈക്കോടതി നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഈ രേഖകൾ ഹൈക്കോടതിക്ക് മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ഉത്തരവിൽ തീരുമാനം, അതായത് മുന്നേ ഇട്ടിട്ടുള്ള ഉത്തരവ് ഏതെങ്കിലും ഭേദഗതി വരുത്തണമെന്ന കാര്യത്തിൽ ഹൈക്കോടതി തീരുമാനം കൈക്കൊള്ളും. ഏറ്റവും പ്രധാനമായിട്ട് ഹൈക്കോടതി ചോദിച്ചിട്ടുള്ളത് ഈ ശ്രീകോവിലിലെ സ്വർണം പൂശിയത്, ഒപ്പം തന്നെ ഈ സ്വർണ്ണപ്പാളിയിലെ ഈ സ്വർണം അത് എത്രത്തോളം നേരത്തെ ഉണ്ടായിരുന്നു, നേരത്തെ ഈ പാളിയിൽ സ്വർണം എത്ര തൂക്കം ഉണ്ടായിരുന്നു, ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തത ഉണ്ടായിട്ടില്ല. ദേവസ്വം ബോർഡ് നിരുപാധിക മാപ്പപേക്ഷയൊക്കെ തന്നെ ഹൈക്കോടതി സമർപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം അനുമതി തേടാതെ കർണൽ സ്പെഷ്യൽ കമ്മീഷണറോ അതോടൊപ്പം തന്നെ ഹൈക്കോടതിയുടെ അനുമതി തേടാതെയാണ് ഇത്തരത്തിൽ ഇളക്കിക്കൊണ്ട് പോയത് എന്നുള്ളത്, അറ്റകുറ്റപ്പണിക്കായിട്ട് കൊണ്ടുപോയത് എന്നുള്ളതാണ് ഹൈക്കോടതിയിൽ ദേവസ്വം ബോർഡിന്റെ അപേക്ഷകൻ അറിയിച്ചത്. അതിൽ നിരുപാധികം മാപ്പപേക്ഷയൊക്കെ ഹൈക്കോടതിയുടെ മുന്നിൽ വെച്ചു. പക്ഷെ ഹൈക്കോടതി പറഞ്ഞത് നേരത്തെ ഉണ്ടായിരുന്ന സ്വർണം അത് എത്രയുണ്ട്, അത് മാത്രമല്ല ഈ സ്പോൺസർ ചെയ്യുന്ന വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും, ഈ കൊണ്ടുപോയിട്ടുള്ള അറ്റകുറ്റപ്പണി നടക്കുന്ന സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറഞ്ഞ സ്ഥാപനം, ഇതടക്കമുള്ള എല്ലാ വിവരങ്ങളും ഇക്കാര്യത്തിൽ അനിവാര്യമാണ്. ഒപ്പം തന്നെ 40 വർഷ ഗ്യാരണ്ടിയൊക്കെയാണ് ദേവസ്വം ബോർഡ് ഈ സ്വർണ്ണപ്പാളി സംബന്ധിച്ച് ഹൈക്കോടതിയിൽ വ്യക്തത വരുത്തിയിട്ടുള്ളത്. പക്ഷേ അതിൽ തന്നെ ഈ സ്വർണ്ണപ്പാളി അത് കോപ്പർ മുക്കിയതും ഒപ്പം തന്നെ സ്വർണം മുക്കിയതും ഏത് സമയത്താണ്, എത്ര തൂക്കമുണ്ട്, ശ്രീകോവിലിന് ചുറ്റും സ്വർണം പൂശിയത് എത്രത്തോളം ഉണ്ടായിരുന്നു, അതിന്റെ മറ്റ് വിവരങ്ങൾ, മഹസർ, ഇതൊക്കെ സാധാരണ രീതിയിൽ തിരുവാഭരണ കമ്മീഷണറുടെയും സ്പെഷ്യൽ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ കൃത്യമായിട്ട് എഴുതി തയ്യാറാക്കി ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ലോക്കറിൽ സൂക്ഷിച്ച എല്ലാ രേഖകളുമാണ് ഇനി ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ടത്. അത് സമർപ്പിക്കുന്ന മുറയ്ക്ക് മാത്രമേ ഈ കൊണ്ടുപോയിട്ടുള്ള ചെന്നൈയിൽ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയിട്ടുള്ള ഈ സ്വർണ്ണപ്പാളികൾ അത് തിരിച്ചു തുടരുക. ഇപ്പോൾ ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ ചേരുകയാണ്. ടീച്ചർ, വളരെ കൃത്യമായ നിർദ്ദേശം ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുകയാണ്. ഈ സ്വർണ്ണപ്പാളി കടത്തിയ സംഭവത്തിൽ ഈ രേഖകൾ പിടിച്ചെടുക്കാൻ
നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഹൈക്കോടതി. എങ്ങനെയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ കാണുന്നത്? ഇവിടെ ഹൈക്കോടതിയുടെ ഇത്ര കർശന നിയന്ത്രണം ഉണ്ടായിട്ടും, സ്വർണ്ണ ഉരുപ്പടികൾ എന്ത് ചെയ്യണമെന്നും സന്നിധാനത്ത് എന്തൊക്കെ ചെയ്യണമെന്നും കൃത്യമായ നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടും, ആ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനുള്ള ഉദ്യോഗസ്ഥരുണ്ടായിട്ടും ഇത് ഒന്നും പരിഗണിക്കാതെ പൂജ കഴിഞ്ഞ് നടയടച്ച സമയത്ത്, ഒരു പക്ഷേ കൃത്യമായിട്ട് നമ്മളൊക്കെ മനസ്സിലാക്കിയ പോലെ ഗ്രഹണ സമയത്ത് അത് അഴിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം അത്ര നല്ലതല്ല. അത് അന്വേഷിച്ച് പുറകെ പോയപ്പോഴേക്കും തന്നെ ഒരിക്കലും കഴിഞ്ഞു. ഇത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ നീക്കണത് എന്നുള്ളത്. കാരണം അവിടെ എത്തി പിന്നാലെ കോടതിയുടെ നിർദ്ദേശപ്രകാരം തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോഴേക്കും അത് ഒരിക്കലും കഴിഞ്ഞു. അപ്പൊ അതിലെന്തോ അതിന്റെ പിന്നിൽ ദുരുദ്ദേശം ഉണ്ട് എന്നുള്ളത് ഉറപ്പ്. ഇനി തിരിച്ചു കൊണ്ടുവന്നാൽ പോലും ഭക്തരുടെ മനസ്സിൽ ആശങ്ക മാറില്ല. കാരണം തിരിച്ച് പുതുക്കിപ്പണിത് കൊണ്ടുവരുന്ന സാധനം ഈ കൊണ്ടുപോയതാണോ, അപ്പൊ അതിന്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ കോടതി വിചാരിച്ചാൽ പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ആ ക്ഷേത്രത്തെ സ്വന്തം വരുമാനത്തിനുള്ള ഒരു ഉപാധിയാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആരെയും ഭയമില്ല, ജനങ്ങളെ ഭയമില്ല, ഭക്തരെ ഭയമില്ല, കോടതിയെ തീരെയും ഭയമില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോണത്. ഇത് സത്യം പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ അല്ലെങ്കിൽ അതിന് ധാർമ്മികമായ ബാധ്യതയുള്ളവരാണ് ദേവസ്വം ബോർഡ്. അപ്പൊ കോടതിയുടെ നിർദ്ദേശത്തെ മറികടന്ന് ചെയ്തു എന്നുണ്ടെങ്കിൽ കോടതി തന്നെ ശരിക്കും ഉത്തരവിലൂടെ ഈ ദേവസ്വം ബോർഡിനെ തന്നെ പുറത്താക്കേണ്ടതാണ് എന്നാണ് തോന്നുന്നത്. അത്രയും ഗുരുതരമായ ഒരു കുറ്റമാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത്. ടീച്ചർ, മാത്രവുമല്ല ഈ പ്രശ്നം ഇങ്ങനെ ഹൈക്കോടതിയിൽ ഈ രേഖകൾ പിടിച്ചെടുക്കാൻ നിർദ്ദേശം നൽകിയ അത്തരത്തിലുള്ളൊരു നടപടികൾ കൊണ്ട് ഇത് ശരിയാകുമോ? കാരണം ഇത് വലിയ അന്വേഷണത്തിലേക്ക്, പോലീസിൻ്റെയൊക്കെ അന്വേഷണത്തിലേക്ക് വഴിതെളിക്കേണ്ട ഒരു സാഹചര്യമില്ലേ? കാരണം സ്വർണമാണ് കൊണ്ടുപോയിരിക്കുന്നത്, അതും എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സ്വർണം ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും നിയമ നടപടികൾ വേണ്ടതല്ലേ? പോലീസ് അന്വേഷണം വേണ്ടതല്ലേ ഇക്കാര്യത്തിൽ? തീർച്ചയായും കൃത്യമായി. കാരണം അത്ര വലിയ ഒരു മോഷണമാണ് അവിടെ നടന്നിരിക്കുന്നത്. രേഖകൾ പിടിച്ചെടുക്കലും തൽക്കാലം ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കലും കൊണ്ട് നിർത്തിയാൽ കഴിയുന്ന ഒരു വിഷയമല്ലത്. അതുകൊണ്ട് അവന് വളരെ കൃത്യമായ അന്വേഷണം നടക്കണം. ഈ കോടതി ഉത്തരവിനെ വില വെക്കാതെ പ്രവർത്തിക്കുന്ന ഒരു ദേവസ്വം ബോർഡിന് അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മിക ബാധ്യതയുണ്ടോ എന്നുകൂടി അന്വേഷിക്കണം. പലപ്പോഴും ഇതൊക്കെ നമ്മൾ കുറ്റമാണ്, കോടതിയുടെ നിരീക്ഷണത്തിലോ അല്ലെങ്കിൽ കോടതിയുടെ ചില കുറ്റപ്പെടുത്തലുകളിലോ നിൽക്കുകയാണ്. അതിനപ്പുറത്തേക്ക് നടപടികളൊന്നും വരുന്നില്ല എന്നുള്ളതാണ് ഇവർക്ക് ഇത്രയും ധൈര്യം തരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശക്തമായ പലപ്പോഴും കോടതി താക്കീത് നൽകിയെന്ന് നമ്മൾ കേൾക്കാം, കോടതി വിമർശിച്ചു എന്ന് പറയുന്നത് കേൾക്കാം, അല്ലെങ്കിൽ അവിടെ കഴിയുകയാണ് ആ ശക്തി. അതിനപ്പുറത്തേക്ക് ഒരു നടപടി ഒരിക്കൽ പോലും ഒരു ഈ പറഞ്ഞ ഓളമൊന്നും പിന്നെ നടപടികളിലേക്ക് വരുന്നില്ല. അതിന്റെ ധൈര്യമാണ് അവർക്ക് ഇതൊക്കെ ചെയ്യാൻ. അപ്പൊ ഇതിലെങ്കിലും അങ്ങനെ അല്ലാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാനേ ഭക്തരുടെ ഭാഗത്തുനിന്ന് പറ്റുള്ളൂ. വളരെയധികം നന്ദി ശശികല ടീച്ചർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ശബരിമലയിൽ ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളി ഇളക്കിയ സംഭവം നിർണായക ചോദ്യങ്ങളുമായി ഹൈക്കോടതി രംഗത്തെത്തി. സ്പോൺസർമാരായ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണെന്നാണ് ഹൈക്കോടതിയുടെ ചോദ്യം. ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ഉടൻ പിടിച്ചെടുക്കാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത്. ശബരിമല ചീഫ് സെക്യൂരിറ്റി ഓഫീസർ ഉൾപ്പെടെയുള്ളവർക്കാണ് നിർദ്ദേശം നൽകിയത്. രേഷ്മ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രേഷ്മ, കോടതിയിൽ ഈ വാദം പൂർത്തിയായോ? ഇപ്പോൾ നിലവിൽ എന്താണ് സ്ഥിതി? വാദം പൂർത്തിയായിട്ടുണ്ട്. ഒപ്പം തന്നെ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ രേഖകൾ, അതായത് മാസ്റ്റർ ഉൾപ്പെടെയുള്ള മുഴുവൻ രേഖകളും ഉടൻ തന്നെ പിടിച്ചെടുക്കാനായിട്ട് ശബരിമല ചീഫ് സെക്യൂരിറ്റി ഓഫീസർക്കടക്കം ഹൈക്കോടതി നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതിനുശേഷം അടുത്ത കേസ് പരിഗണിക്കാനായിട്ട് ഹൈക്കോടതി പോവുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഈ രേഖകൾ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ലഭിക്കുകയാണെങ്കിൽ 4 മണിക്കൂറിൽ തന്നെ ഹൈക്കോടതി നിലവിൽ ദേവസ്വം ബോർഡ് നൽകിയിട്ടുള്ള റിവ്യൂ പെറ്റീഷൻ, അതായത് പുനഃപരിശോധന ഹർജി ഒരു തീരുമാനം കൈക്കൊള്ളണമെന്നാണ്. രേഖകൾ പരിശോധിക്കണം. രേഖകൾ പരിശോധിച്ചുകൊണ്ട് എത്ര സ്വർണം നേരത്തെ തന്നെ പാളിയിലടക്കം ഉണ്ടായിരുന്നു, മാത്രമല്ല ശ്രീകോവിലിന് ചുറ്റും പൂശിയിട്ടുള്ള സ്വർണം എത്രയാണ്, ഇതടക്കമുള്ള എല്ലാ രേഖകളും മുൻ വർഷങ്ങളിലായി അവിടെ ലോക്കൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ രേഖകളാണ് പിടിച്ചെടുക്കേണ്ടത്. ആ രേഖകൾ ഹൈക്കോടതി പരിശോധിക്കും. എന്നിട്ട് മാത്രമേ ഈ നേരത്തെ കഴിഞ്ഞ ദിവസം ഈ സ്വർണ്ണപ്പാള തിരികെ എത്തിക്കണമെന്ന ഉത്തരവിട്ടുകൊണ്ട് ഹൈക്കോടതി നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ആ ഉത്തരവിൽ ഭേദഗതി വരുത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഹൈക്കോടതി നിലവിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. എന്തായാലും ഇനിയുള്ളത് ഈ ചീഫ് സിവിൽ സെക്യൂരിറ്റി ഓഫീസർ അടക്കം ഈ നിലവിൽ ലോക്കൽ സൂക്ഷിച്ചിട്ടുള്ള രേഖകൾ, മാസ്റ്റർ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും ഹൈക്കോടതി സമർപ്പിക്കണം. ആ രേഖകളിൽ വ്യക്തത വന്നതിന് ശേഷം ആ രേഖകൾ പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും
ആണിപ്പോൾ ദേവസ്വം ബോർഡ് കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലത്തിൽ ഉള്ളതെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ ഹൈക്കോടതി 4 മണിക്കൂറിൽ തീരുമാനം കൈക്കൊള്ളൂ. എത്രയും വേഗം അത് സമർപ്പിക്കാനായിട്ട് ദേവസ്വം ബോർഡ് ശ്രമിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ഇന്നലെ തന്നെ ഈ സ്വർണ്ണപ്പാളി തിരികെ എത്തിക്കണമെന്ന ഉത്തരവ് ഹൈക്കോടതിയുടെ രേഷ്മ തുടരുക. ഇപ്പോൾ ശബരിമല കർമ്മസമിതി ചെയർമാൻ SJR കുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ SJR, ഓണത്തിന്റെ പൂജകൾക്ക് ശേഷമാണ് ശബരിമല നട അടച്ച സമയത്ത് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി രഹസ്യമായി ചെന്നൈയിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്ന ഒരു സംഭവം ഉണ്ടായത്. ഇതൊരു പിഴവല്ല, ബോധപൂർവമുള്ളതാണ് എന്നതാണ് പൊതുവെ ഉയർന്ന സംശയം. ആ സംശയം ഹൈക്കോടതിയും ഉന്നയിച്ചിരിക്കുകയാണ്. രേഖകൾ എല്ലാം പിടിച്ചെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുന്നതിലൂടെ എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? കഴിഞ്ഞ ദിവസം ജനൻ TV തന്നെ ഈ ചർച്ച ചെയ്ത വിഷയമാണിത്. അന്ന് ഹൈക്കോടതിയുടെ മുന്നിൽ ഈ വിഷയം വരികയും അത് സ്പെഷ്യൽ കമ്മീഷണർ ഇത്തരം ഒരു സ്വർണ്ണപ്പാളി അവിടെ നിന്ന് നീക്കിയതായിട്ട് കാണുന്നു, ആര് കൊണ്ടുപോയി, എങ്ങനെ കൊണ്ടുപോയി, അതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല എന്നൊക്കെ. അത് എന്തെങ്കിലും അത്തരത്തിലൊരു കാര്യം അവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അഴിച്ചു മാറ്റിയാൽ പോലും, അത് കൊണ്ടുപോകുന്നത് പോട്ടെ, അഴിച്ചു മാറ്റിയാൽ പോലും ദേവസ്വം കമ്മീഷണറുടെ സ്പെഷ്യൽ കമ്മീഷണറുടെ അനുവാദവും മാത്രമല്ല അത് കോടതിയുടെ അനുവാദവും ഒക്കെ വേണ്ട ഒരു വിഷയമായിരുന്നു. അത് പക്ഷെ കോടതി വളരെ ശക്തമായിട്ട് അതിനിടപെടുകയും അതങ്ങനെ ചെയ്ത് തെറ്റായി, അത് ഉടനെ തിരിച്ചു കൊണ്ടുവരണം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അന്ന് തന്നെ ഞാൻ പ്രതികരിച്ച് എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിച്ചു കാണും. കാരണം ഇന്ന് വരെ ചരിത്രത്തിൽ ഇടതുപക്ഷ സർക്കാർ നിയോഗിക്കപ്പെട്ട സർക്കാരിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അവർ നിയോഗിക്കപ്പെട്ട ഇപ്പുറം ബോർഡോ ഈ നിയമം ഒന്നും പാലിക്കുന്നില്ല. ഹൈക്കോടതിയല്ല, ആര് പറഞ്ഞു, സുപ്രീം കോടതി പറഞ്ഞാലും കേൾക്കില്ല. സുപ്രീം കോടതി പറഞ്ഞാൽ ഒരു പടി അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതൊക്കെ 2018-19 നമ്മൾ കണ്ടതാണ്. അപ്പൊ അന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കിയ കാര്യം, ഇവര് ഇതിനെ എന്തെങ്കിലും അവരുടെ തരത്തിലേക്ക് മാറ്റിയെടുക്കും, അതിനുള്ള കള്ളപ്രമാണങ്ങൾ ചമയ്ക്കും, എന്തും സംഭവിക്കാം. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നിപ്പോ അത് തിരികെ കൊണ്ടുവരാനുള്ള അവസ്ഥയിലല്ല എന്നാണ് ഞാൻ അറിയുന്നത്. അവിടെ അത് മറ്റെന്തോ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഹൈക്കോടതി മടക്കി കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടും മടക്കി കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തന്നെ വലിയൊരു കൃത്യവിലോപമാണ്. രണ്ടാമത് ഇപ്പൊ അവര് ഈ പറഞ്ഞ സ്വർണത്തിന്റെ കാര്യങ്ങളും ഒക്കെ അത് ഇത്തരത്തിലൊരു തീരുമാനം എടുത്ത് തെറ്റായിപ്പോയി മാപ്പ് അപേക്ഷിക്കണമെന്ന് പറഞ്ഞ് കോടതി സമീപിച്ചു എങ്കിൽ തീർച്ചയായിട്ടും അത് കോടതി ഇത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അവിടെയുള്ള എല്ലാ സ്വർണ്ണ ഉരുപ്പടികളെ കുറിച്ചും അവിടെ സ്ട്രോങ് റൂമിൽ ഇരിക്കുന്നതും ദേവസ്വം ബോർഡിന്റെ തന്നെ സ്ട്രോങ് റൂമിൽ ഇരിക്കുന്നതുമായിട്ടുള്ള സ്വർണ്ണ മറ്റ് വില പിടിച്ച എല്ലാ ഉരുപ്പടികളുടെയും കണക്കെടുക്കേണ്ട അത്യാവശ്യമാണ്. കാരണം ഇതിപ്പോ ഹൈക്കോടതി നിർദ്ദേശിക്കപ്പെട്ട ശബരിമലയെ മാത്രമാണ്, മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് അനുമാനിക്കാവുന്നേ ഉള്ളൂ. അവിടെ തീർച്ചയായിട്ടും ഒരു കാരണവശാലും ഇവരും നമുക്ക് വിശ്വാസം, അതായത് ശബരിമലയിലെ മാത്രമല്ല ദേവസ്വം ബോർഡിന്റെ എല്ലാ പ്രവർത്തനങ്ങളും വിശ്വാസം ഇന്ന് ഭക്തർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. കാരണം ശബരിമലയിൽ ഇപ്പൊ എന്തായാലും ഹൈക്കോടതി ശക്തമായ ഒരു നടപടിയിലേക്ക് നീങ്ങുന്നു. ഉടൻ തന്നെ കണക്ക് അവിടെ പിടിച്ചെടുക്കണം, രേഖകൾ ഉടനെ തന്നെ അവിടെ എത്തിക്കണം എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും ഈ കോടതി ഒന്നും ഇല്ലായിരുന്നെങ്കിൽ, ഹൈക്കോടതിയുടെ ഇത്തരത്തിലൊരു നിരന്തരമായ ഇടപെടൽ ഇല്ലായിരുന്നെങ്കിൽ ഈ ശബരിമലയുടെ സ്ഥിതി എന്താകുമായിരുന്നു എന്ന് ചിന്തിച്ചു പോവുകയാണ്. അവിടെ തീർച്ചയായിട്ടും ഹൈക്കോടതി നല്ല ശക്തമായ രീതിയിൽ അതിന് ഇടപെടുന്നു എന്ന് കാണുന്നു. അത്തരത്തിൽ അവര് ഈ ഹൈക്കോടതി നിർദ്ദേശം പാലിക്കുന്നില്ലെങ്കിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ പോലെ പാലിക്കാത്തവരെയും അല്ലെങ്കിൽ ഇത്തരത്തിൽ ചട്ടലംഘനം നടത്തിയവരെ ശിക്ഷിക്കണമെന്നുള്ളതാണ്. അല്ലാതെ വെറുതെ നമ്മൾ ഈ അവരെ മഹസർ തറാക്കിയോണ്ടോ അല്ലെങ്കിൽ അതിന്റെ ലിസ്റ്റ് എടുത്തോണ്ടോ ആയില്ല. തീർച്ചയായിട്ടും ഒന്ന്, കോടതി ലക്ഷ്യത്തിന് ശക്തമായ നടപടിയെടുക്കണം. രണ്ട്, ഇത് മോഷണക്കുറ്റമാണ്. അനുവാദമില്ലാതെ ഒരു സ്ഥലത്തുനിന്ന് ഒരു സാധനം കൊണ്ടുപോകുന്നത് മോഷണത്തിന് തുല്യമാണ്. അത്തരത്തിലുള്ള FIR ഇട്ട് കേസ് ചാർജ് ചെയ്യണമെന്നും കൂടെ എനിക്ക് പറയാനുള്ളത്. വളരെയധികം നന്ദി ശ്രീ SJR കുമാർ. SJR കുമാർ ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നത് FIR ഇട്ട് ഇതിൽ ക്രിമിനൽ കേസെടുത്ത് അന്വേഷണം നടത്തണം എന്നുള്ളതാണ്. അരുൺ കൊടുങ്ങൂർ കൂടി ചേരുന്നുണ്ട്. അരുൺ, ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി തിരികെ എത്തിക്കാൻ ഹൈക്കോടതി ഉത്തരവിടുകയാണ്. അപ്പോൾ ദേവസ്വം ബോർഡ് നൽകുന്ന മറുപടിയാണ് ഏറെ ശ്രദ്ധേയമായത്. അത് ഉരുക്കിപ്പോയി ആ രൂപത്തിൽ തിരികെ കൊണ്ടെത്തിക്കാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പുനഃപരിശോധനാ ഹർജി നൽകുന്ന സാഹചര്യമുണ്ടായത്. ഇത് ഉരുക്കിയത് എന്തിനാണ് എന്ന ചോദ്യം കൂടി ഉയരുകയില്ലേ? കാരണം അത് പുതുക്കി പണിയാൻ കൊണ്ടുപോകുമ്പോൾ എന്തിന് ഉരുക്കുന്നു എന്നുള്ള ചോദ്യം കൂടി ഉയരുമ്പോൾ ഇതിൽ വലിയ ദുരൂഹത സംശയിച്ചാൽ അതിനെ തെറ്റു പറയാനാകുമോ?
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ കോടതിയിലേക്ക് ഈ കേസ് വരുന്ന ആ സമയത്ത് തന്നെ, അല്ലെങ്കിൽ അതിനു മുമ്പ് ഈ 7-ാം തീയതി ഇവിടെ നിന്ന് കൊണ്ടുപോയി പിറ്റേ ദിവസം വൈകുന്നേരം 5:30-ക്ക് ശേഷം മാത്രമാണ് സ്പെഷ്യൽ കമ്മീഷണറെ ഈ വിവരം അറിയിക്കുന്നത്. അതിനുശേഷം തുടർ നടപടികളുമൊക്കെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഇത് ഉരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അറ്റകുറ്റപ്പണി നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ എത്തിയിരുന്നു. അതായത് നിലവിൽ യാതൊരു തരത്തിലുള്ള അനുമതിയും വാങ്ങാതെ നിയമവിരുദ്ധമായാണ് ഈ നടപടിക്രമങ്ങളൊക്കെ തന്നെ പാലിച്ചതെന്നുള്ള ഏറ്റവും ഗൗരവകരമായുള്ള ആരോപണം, ഗുരുതരമായ ഒരു വീഴ്ച ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡിന് ഉണ്ടായി എന്നുള്ള വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് ചൂടുപിടിച്ചുള്ള ഒരു കൃത്യമായ ഒരു നിരീക്ഷണം തന്നെയാണ് ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ അധികൃതരെ കൃത്യമായി, അതായത് 5 ലക്ഷം രൂപയിൽ കൂടുതൽ ഉള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെയും ഹൈക്കോടതിയുടെ ഒരു അനുമതി വേണം എന്നിരിക്കെയാണ് ഈ ഒരു നടപടിക്രമങ്ങളൊക്കെ തന്നെ വന്നിരിക്കുന്നത്. ഇത് വലിയ വിവാദത്തിലേക്ക് പോകുന്ന ആ ഒരു സമയത്ത് തന്നെ ഇതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിരുന്നു ദേവസ്വം ബോർഡ് പറഞ്ഞിരുന്നത്. ചട്ടങ്ങളും മാനദണ്ഡങ്ങളും ഒക്കെ തന്നെ പാലിച്ചുകൊണ്ടായിരുന്നു ഈ നടപടിക്രമങ്ങളൊക്കെ തന്നെ നടത്തുക എന്നായിരുന്നു ആദ്യ സമയങ്ങളിലുള്ള വിശദീകരണം. പക്ഷേ ഇത് കൊണ്ടുപോയി പിറ്റേ ദിവസം വൈകുന്നേരം മാത്രമാണ് അടക്കമുള്ള ആളുകളെ ഈ വിവരം ധരിപ്പിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഹൈക്കോടതിയിൽ ഇപ്പോൾ സജീവ ചർച്ചയായി വരുന്നത്. എന്തായാലും പഴയ ആ ഒരു സ്വർണ്ണപ്പാളി തിരികെ കൊണ്ടുവരാൻ എന്തായാലും ദേവസ്വം ബോർഡിന് ഇനി ആകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് പൂർണ്ണമായും ഒരുക്കിയിരുന്നു. അറ്റകുറ്റപ്പണികൾ നടത്താനായി തുടർ നടപടികളൊക്കെ തന്നെ ഈ അനുമതിയൊക്കെ തന്നെ ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് പുനഃപരിശോധനാ ഹർജിയിലൂടെ ഈ കാര്യങ്ങളിലേക്കൊക്കെ തന്നെ ദേവസ്വം ബോർഡ് നീങ്ങുകയും ചെയ്തിരിക്കുന്നതിനും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഏറ്റവും നിർണായകമായ, ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഇടപെടൽ തന്നെയാണ് ഉള്ളത്. കൃത്യമായി തന്നെയുള്ള ചോദ്യങ്ങൾ, ഇതിന്റെ സ്പോൺസർ ആരാണ്, ആ കാര്യങ്ങൾ അടക്കം ചോദിച്ചിരുന്നു. നിലവിൽ സ്പോൺസർമാരെ കുറിച്ചുള്ള ഒരു വിവരങ്ങളും നിലവിൽ ഇവരൊന്നും തന്നെ ദേവസ്വം ബോർഡ് പറഞ്ഞിരുന്നില്ല. പക്ഷെ ആരൊക്കെയാണ്, ഇവർക്ക് ഇതിന് പിന്നിലുള്ള മോട്ടീവ് എന്താണെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വലിയ സംശയമായി നിലനിൽക്കുന്ന കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണെന്നുള്ള ഏറ്റവും സുപ്രധാനപ്പെട്ട ചോദ്യമടക്കം ചോദിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് സ്വർണ്ണപ്പാളി ഇളക്കി അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയെന്ന് ദേവസ്വം വാദിക്കുമ്പോഴും മറ്റ് ചോദ്യങ്ങൾ ഇവിടെ ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. എന്തായാലും രേഖകൾ പൂർണ്ണമായും പരിശോധിക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുന്നു. അടിയന്തരമായി ഈ രേഖകൾ നൽകണമെന്നുള്ള ഒരു കാര്യം, അതായത് അതോടൊപ്പം തന്നെ പിടിച്ചെടുത്ത് കൊണ്ടുവരണമെന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും നിലവിലുള്ളത്. ചീഫ് വിജിലൻസ് സെക്യൂരിറ്റി ഓഫീസർ അടക്കമുള്ള ആളുകൾക്കാണ് ഇത് സംബന്ധിച്ച കൃത്യമായ നിർദ്ദേശം കൂടി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. നീലിമ.